ഇന്ന് ഞാൻ പതിവില്ലാതെ ഒരുപാട് നേരം ടി വി ചാനൽ നോക്കിയിട്ടോ. കാരണം കർണാടകയിലെ മണ്ണിലടിയിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സഹോദരനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു രാവിലെ തൊട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടി വി ചാനലുകളെല്ലാം സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ നോക്കാറുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. ഇന്നും കിട്ടിയിട്ടില്ല. അർജുൻ്റെ വണ്ടി പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. ഈ സംഭവം നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിലോ? നമ്മൾ എത്ര ദുരന്തങ്ങൾ കണ്ടതാണ്, നമ്മൾ എത്ര മണ്ണിടിച്ചിലുകൾ കണ്ടതാണ്. എല്ലാവരും അതാണ് കേരളത്തിൽ ജനിച്ചതിൽ ഞാൻ കേരളത്തിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം ശരിക്കും. കാരണം മലയാളികളുടെ കൂട്ടായ്മ അത് മറ്റൊരു രാജ്യത്ത് നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയാൽ അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ആളുകൾക്ക്. പക്ഷേ നമ്മൾ മലയാളികൾ അങ്ങനെയല്ല. ഒരു ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ജാതി മത ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതുതന്നെയാണ് നമ്മുടെ വിജയം. എന്തായാലും നാളെ അർജുനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു.